നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കഴിഞ്ഞ മത്സരത്തിൽ ഹുലിൻ ആൽവാരസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിയേഗോ സിമിയോണി ഒഴിവാക്കിയിരുന്നു. നാളെ വിയാറയിലുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുന്നുണ്ട്. നാളെ രാത്രി ഇന്ത്യൻ സമയം 8:30 ആ കളി. ആ കളിക്കുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്ക്വാഡിൽ ഹുലിൻ ആൽവാരസ് ഉണ്ടാകും. അപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരം കളിപ്പിച്ചിട്ടില്ല, സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാഴ്സലോണയിലേക്കുള്ള ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ളത് ആരാധകർ അപ്പോൾ ഉറ്റുനോക്കി. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ നാളത്തെ കളിക്ക് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ സാധ്യത അവിടെ അടയുകയല്ലേ എന്നതാണ് ചോദ്യം. ഹുലിൻ എന്ത് ചിന്തിക്കുന്നു, അതും പ്രധാനമാണ്. അതിനെക്കുറിച്ചൊക്കെ സിമിയോണി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സിമിയോണി പറയുന്നു, ഹുലിൻ ആൽവാരസ് നാളെ സ്ക്വാഡിൽ ഉണ്ടാകും. ഹുലിയൻ ആൽവാരസ് വിൽ ബി ഇൻ ദി സ്ക്വാഡ് ടുമാറോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഹുലിയൻ വളരെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഞങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടാൻ അവൻ ആവശ്യമാണ്. അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവനെ പൂർണ്ണമായിട്ടും പരിഗണിക്കും എന്നാണ് ആ കാര്യത്തിൽ ഡിയേഗോ സിമിയോണി പറഞ്ഞിരിക്കുന്നത്. ക്യൂട്ടി റൊമേറയും ഹുലിൻ ആൽവാരസും ഒക്കെ ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൊർലോത്ത് മാത്രമാണ് ഇന്ന് അവരുടെ സ്ക്വാഡിൽ ട്രെയിനിങ്ങിൽ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സിമിയോണിയോട് തന്നെ ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഹുലിയൻ എന്താണ് തോന്നുന്നത്, ഹുലിയൻ്റെ ചിന്താഗതി എന്താണിപ്പോൾ, ഹൗ ഈസ് ഹുലിയൻ ഡൂയിങ്? അതിനുള്ള സിമിയോണിയുടെ മറുപടി, ഒബിയസ്ലി മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പറയുക, ഹൗ അനദർ പേഴ്സൺ ഫീൽസ് എന്നുള്ളത് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവൻ തീർച്ചയായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് എ ലോട്ട് ഓഫ് റെസ്പെക്റ്റ്. അപ്പോൾ എനിക്ക് സംശയമൊന്നുമില്ല, അവൻ്റെ പാത്ത് വളരെ ക്ലിയറാണ്. സോ ഞങ്ങൾ ഒരുമിച്ച് ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് നൗ ഈസ് VRL. ഇപ്പോൾ ഞങ്ങൾ VRL ടീമിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരെ എങ്ങനെ നേരിടാം, പരാജയപ്പെടുത്താം, ഇതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്നുകൂടി ഡിയേഗോ സിമിയോണി പറയുന്നത്. ചുരുക്കത്തിൽ ഒന്നും വിട്ടുപറയാൻ സിമിയോണി തയ്യാറാവുന്നില്ല. ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ വളരെ വ്യക്തമാണ്, എന്തു വന്നാലും ഹുലിയനെ വിട്ടുകൊടുക്കില്ല, പ്രത്യേകിച്ച് ബാഴ്സക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.